കിർഗിസ്ഥാനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ രാജ്യം ഇഷ്ടപ്പെട്ടില്ല, ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ മാറാൻ പറ്റില്ല. സോ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് തീർച്ചപ്പെടുത്തിയിരിക്കണം നമുക്കിവിടെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഇന്ത്യയിൽ വാലിഡ് ആവുള്ളൂ. 5 വർഷം 6 വർഷം മെഡിസിൻ പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, ഈ കുട്ടിക്ക് പുറത്തൊരു രാജ്യത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ പോയി. തിമോറിലാണിപ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഉള്ളത്. ബംഗ്ലാദേശ്, നേപ്പാൾ പോലെ തന്നെ 5.5 വർഷമേ ഉള്ളൂ. അപ്പോൾ അവിടെ പുതിയൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ഡൗട്ട്സ്, അതുപോലെ തന്നെ അതിൻ്റേതായ ഒരു ആദ്യ ബാച്ച് ചെല്ലുമ്പോൾ എന്തായാലും അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടാവും. ഈവൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് പോലും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പുതിയ ലൊക്കേഷൻ്റേതായ ഒരു ഇതുണ്ടാവും. പക്ഷേ ഡോംസിൽ അത് അവരുടെ റീസെൻ്റ്ലിയാണ് അവർ ലിസ്റ്റ് ആയിട്ട്. കാരണം ഇന്ത്യ NMCയുടെ ഗൈഡ് ലൈൻസ് 100% ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് തിമോറിൻ്റെ അവകാശവാദം. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് 5.5 വർഷത്തെ 54 months ഓഫ് സ്റ്റഡി ഡ്യൂറേഷനും 12 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് അവർ പറയുന്നത്. സെയിം ലൈക്ക് എയിംസ് കരിക്കുലം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽസ് എത്രത്തോളമാണ് അവരുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ഒരു ഫസ്റ്റ് ബാച്ച് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ സിലബസ് ഒക്കെ മാറുന്ന സമയത്ത് ഡോംസിൽ നിന്ന് അവർ പോയിട്ട് പുതിയൊരു ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഒരു റീസെൻ്റ്ലി അതിൻ്റെ ഒരു കുറച്ച് നാൾ ഡോംസിൽ ആ കോളേജ് ലിസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അപ്ഡേറ്റ് ആയിട്ടാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ സുഹേൽ എന്നോട് ചോദിച്ചല്ലോ, ഈ നമ്മൾ കുട്ടികൾ അക്രഡിറ്റേഷൻ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ കോട്ടയം റേഞ്ചിന് അല്ലെങ്കിൽ മലപ്പുറം അങ്ങനെയുള്ള കുറേ ഏരിയകളിലെ ആൾക്കാരുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സ് ഈ മറ്റ് രാജ്യങ്ങളിൽ സെറ്റിൽ ആയതുകൊണ്ട് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആൻറ്റീസ് അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ഉള്ളിടത്തോട്ട് അവർ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി ആ രാജ്യത്തിൻ്റെ അക്രഡിറ്റേഷൻ ലിസ്റ്റിൽ വരുന്നതാണോ എന്ന് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ഇന്ത്യൻസ് എല്ലാം പോകുന്ന ഈ പറഞ്ഞ എല്ലാ ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ പറഞ്ഞ എല്ലാ GMC രജിസ്ട്രേഷനും അല്ലെങ്കിൽ ECFMG അക്രഡിറ്റേഷനും കോമൺലി എല്ലാത്തിനും ECFMG ഉണ്ടാവും. പക്ഷേ ഓസ്ട്രേലിയയുടെയോ കാനഡയുടെയൊക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അത് നമ്മൾ നോക്കിപ്പോകണം എന്നുള്ളതാണ്. ചിലപ്പം ഡോംസിൽ ഇല്ലെങ്കിൽ പോലും ECFMGയിൽ ഇല്ലെങ്കിൽ പോലും അവർ പറയുന്ന ക്രൈറ്റീരിയ പെടുന്ന ഒരു കോളേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അക്രഡിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ പല പാരൻസും ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ വാർ എഫക്റ്റഡ് ആവുന്ന സമയത്ത് അവരുടെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് വേറെ കൺട്രിയിലോട്ടോ അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിലോട്ടോ മാറ്റാൻ അങ്ങനെ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആണോ? ഇപ്പോൾ യുക്രൈൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ട്രാൻസ്ഫർ ചെയ്തിരുന്ന ഒരുപാട് കുട്ടികൾ. അതൊരു ഒത്തിരി പേരുടെ ഡൗട്ട്സാണ്. ഇപ്പം പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന കോളേജിൽ ഇന്ന സ്പെസിഫിക് കൺട്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു റഷ്യ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകണം, 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഉക്രൈനിലെ വാർ എഫക്റ്റഡ് കൺട്രീസ് NMC പറയുന്നത് നമ്മൾ ഏത് കൺട്രിയിലാണോ പഠിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്, കംപ്ലീറ്റ് കോഴ്സ് ആ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് NMC ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു റീസൺ ഇല്ലാതെ, അതായത് ഈ പറഞ്ഞ ഈ ജനറലായിട്ട് ഇപ്പം ഈ വാർ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ്, അപ്പം NMC അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അതവർ ക്ലിയറായിട്ട് പറയും, ഇന്ന സ്ഥലങ്ങളിൽ ഇന്നത് നടക്കുന്നതുകൊണ്ട് ആ ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് അവർക്കൊരു അപ്രൂവൽ കൊടുത്താൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ. ഇപ്പം യുക്രൈൻ്റെ കേസിലാണെങ്കിൽ നമുക്കിപ്പം വാർ എഫക്റ്റഡ് ആയതുകൊണ്ട് പല കുട്ടികളുടെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർക്ക് ഒരു 2-3 വർഷത്തോളം ഇതൊരു യൂണിവേഴ്സിറ്റി മാറാനായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്തു. ഇത്ര വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്തിരിക്കണം എന്നൊരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഭൂരിഭാഗം കുട്ടികളും ഈ ഉസ്ബെക്കിസ്ഥാനിലേക്കും ജോർജിയയിലേക്കും ഒക്കെ ഒത്തിരി പേര് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പം കിർഗിസ്ഥാനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ രാജ്യം ഇഷ്ടപ്പെട്ടില്ല, ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ മാറാൻ പറ്റില്ല. സോ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് തീർച്ചപ്പെടുത്തിയിരിക്കണം നമുക്കിവിടെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ആ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഇന്ത്യയിൽ വാലിഡ് ആവുള്ളൂ. മാറാൻ പറ്റും, പക്ഷേങ്കിൽ അത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതിൽ നിന്ന് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് പോകും. പിന്നെ നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബേസിക്കലി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും നമ്മളതിനെ എന്താ പറയുക ഒരു മെയിൻ ഇതായിട്ട് എടുത്തിരിക്കണം. കാരണം നാളെ ഇപ്പോൾ ചില കുട്ടികൾ പറയും ഞാനിത് പഠിച്ചിട്ട് ഞാൻ UK പോവാം,
അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ UK നിയമം ഈ 5 വർഷം 6 വർഷം കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ അവർ നിയമം മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ ബേസിക്കലി അക്സെപ്റ്റ് ആകുന്ന ഡിഗ്രി ആയിട്ട് വേണം കുട്ടി തിരിച്ചു വരാൻ. അപ്പോൾ അതുകൊണ്ട് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പല കുട്ടികളും നീറ്റ് ഇല്ലാതെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. ആക്ച്വലി നീറ്റ് ഇല്ലാതെ പോയാൽ പോകാൻ പറ്റും. ആർക്കാ പോകാൻ പറ്റാത്തത്? ഇപ്പം ഏത് യൂണിവേഴ്സിറ്റി ചെന്നാലും നീറ്റ് ഇല്ലാതെ ചെന്നാലും അഡ്മിഷൻ തരും. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. അറ്റൻഡ് ചെയ്താൽ പോരാ, നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. അതിപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ തന്നെ വന്നിട്ടുണ്ട്. കുറേ മുമ്പൊന്നും കണ്ടിട്ടുണ്ടായില്ല, അതിപ്പോൾ കണ്ടുവരുന്നുണ്ട് നീറ്റ് മാൻഡേറ്ററി. അതല്ലെങ്കിൽ അല്ല, അത് ആക്ച്വലി നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന് അങ്ങനെയൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ആ രാജ്യത്തിൻ്റെ നിയമത്തിൽ പറയുന്നില്ല നിങ്ങൾ ഇന്ത്യയിലെ നീറ്റ് പാസ്സായി വരണമെന്ന്. അത് ഒരു രാജ്യവും പറയുന്നില്ല. ചിലപ്പോൾ അവിടുത്തെ അഡ്മിഷൻ എടുക്കുന്ന ഫോറിൻ ഓഫീസ് ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് ചിലപ്പം നിങ്ങൾ നീറ്റില്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീറ്റില്ലാതെ അഡ്മിഷൻ എടുക്കുന്നതിനോട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ ഒന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നീറ്റില്ലാതെ ചെന്നാലും അഡ്മിഷൻ കിട്ടും. അപ്പോൾ കാരണം മിക്കതും ഈ ഏജൻസികൾ അല്ലെങ്കിൽ കൺസൾട്ടൻസികൾ അവർ നാളെ അവർക്കൊരു പ്രോബ്ലം ആകുന്നതുകൊണ്ടാണ് അവരത് നീറ്റില്ലാതെ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും അറിയാം അതൊരു പ്രോബ്ലമാണ്. കാരണം ഒരു കുട്ടിയുടെ ഫ്യൂച്ചറാണ്. 5 വർഷം 6 വർഷം മെഡിസിൻ പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, ഈ കുട്ടിക്ക് പുറത്തൊരു രാജ്യത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു അതിൻ്റെ ഫ്യൂച്ചർ പോയി. ഷീ ഓർ ഹി ക്യാൻ നെവർ ബി എ ഡോക്ടർ. ഒരു ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിന് കോൺസിക്വൻസും ഉണ്ട്. ക്രൈമാണ്, ക്രിമിനൽ കേസാണത്. ലൈസൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിമിനൽ കേസാണ്. പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ലല്ലേ ആ കുട്ടിനെ സംബന്ധിച്ച്? കുട്ടിക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അങ്ങനെ പെട്ടുപോയ കുട്ടികളുണ്ട്. അത് ചിലപ്പം ഏജൻസ് കൊണ്ടുപോയി പെടുത്തിയവരുണ്ട്, അതുകൂടാതെ അറിവില്ലായ്മ കൊണ്ട് പോയവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഒരു ഡിഗ്രിയാണത് ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്കൊരു MHAയോ അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രികളായി റിസർച്ചിനൊക്കെ പോകും.